ലെവലല്ലേ, കെട്ടിക്കോട്ടെ. ആ ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ മേളിലോട്ട്. അല്ല ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ആദ്യം ചോദ്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാവരുടെ എല്ലാവിധ ലാംഗ്വേജിലും നീ കൂടെ ഉണ്ട്. നിനക്ക് സ്വന്തമായിട്ട് ഇതിനൊന്നും താല്പര്യമില്ലേ? ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോ. എന്നിട്ടാണ് നീ ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞേ, ആരാ കക്ഷി? ഇവിടെ ഉള്ളതോ അതോ നാട്ടിലുള്ളതോ? ആ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇവിടെ ഉള്ളതാ? രഞ്ജിനിയാണോ? ചെപ്പോടാ. ആതിര? ഹേയ് ശ്രുതി? ഞാൻ പറയാം ആരാ കക്ഷിന്ന്. നയൻതാര. അല്ലടാ, ഇതിനേക്ക് ആർക്ക് വേണേലും അങ്ങോട്ട് പ്രേമിക്കാം. ഇങ്ങോട്ട് കിട്ടാനാണ് പണി. ദേ ഞാൻ തന്നെ കഴിഞ്ഞ മാസം ഒരുത്തി വിട്ടത് ആസിൻ. ആ ഇനിയിപ്പോ പുതിയൊരാളെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒരു ലൈൻ. എടാ റോയ്, നിന്റെ കക്ഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്ക് ഇന്ന് മുതൽ പണി തുടങ്ങാം. നിനക്ക് മനസ്സിലായോ അവൻ എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? എടാ, നമ്മുടെ റോയുടെ എതിർകക്ഷിയില്ലേ, ഡെവിൽ, ക്യാമ്പസ് ഡെവിൽ, അവള് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിനക്ക് പണിയായി മോനെ. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാറിനോട് മത്സരിച്ച് ജയിക്കാൻ തന്റെ പ്ലിമ്മത്തിന് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ തോറ്റു തന്നല്ലേ? തോറ്റ് ജയിക്കുന്നതാ എനിക്കിഷ്ടം. അപ്പൊ ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. പാതിരക്കോഴി, നിക്ക്. താനെന്താ ഇവിടെ? മനസ്സിലായില്ല? അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്താ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? എന്തായാലും താൻ ആളാകെ അങ്ങ് മാറി, ഒരു കൊച്ചു ചുള്ളനായിട്ടുണ്ട്. എന്ത് പറ്റി? പുസ്തക വിൽപ്പനൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ തീരുമാനിച്ചോ? ഹേയ് ഇല്ല, ഞാനിവിടെ ക്യാൻറ്റീനിലൊരു ജോലി. ഓ അങ്ങനെ. അതേതായാലും നന്നായി. എനിക്ക് പറ്റിയൊരു തണ്ടി ഇവിടെ ഇല്ലാതിരിക്കായിരുന്നു. ഈ കോളേജ് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും വെറും പഴഞ്ചേസാ. എന്തായി ഡ്രാമ ഫെസ്റ്റിവൽ? വന്നിട്ട് പറയാം. എന്റെ ഗാങ്ങാ. കാര്യങ്ങൾ അവളുമാർ അറിഞ്ഞിട്ട് എന്നെ നാസാക്കാനായി ചോദ്യം. അല്ല, ഫെസ്റ്റിവലിന് പോയിട്ട് സമ്മാനം വാരി കെട്ടിക്കൊണ്ടുവരാന്നുള്ള ഒരു ദുരുദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടന്നു. മെഡ്രാസ് മൊത്തത്തിലൊന്ന് കറങ്ങി. പിന്നെ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അസല് കൂവല് കിട്ടി. താനെന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. നമുക്ക് വിശാലമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഇതിന്റെ പണിഷ്മെന്റ് വേറെ കിട്ടും. ഹലോ, സീഡി ഞാൻ എടുത്തില്ല, ലാപ്പിൽ കിടക്കുക. നാളെ വരുമ്പോ കൊണ്ടുവരാം. പക്ഷെ അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല, നല്ല അലമ്പ് പ്രോഗ്രാം ആയിരുന്നു. ഇതെപ്പോ സംഭവിച്ചു? മഞ്ജു കീഴടങ്ങിയോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ നീ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടന്നത്. കൊറേ വിശേഷങ്ങൾ നിന്നോട് പറയാനുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നീ അതത്ര ഈസി ആയിട്ടൊന്നും എടുക്കണ്ട. ആ വെങ്കിടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ടാ റോയ്ക്ക് വേണ്ടി നിന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത്. അവൻ അത് ഏൽക്കുകയും ചെയ്തു. അവൻ അതിനുള്ള പണിയുകയും ചെയ്യും. ഒടുക്ക നീ സറണ്ടർ ആവുകയും ചെയ്യും. ഞങ്ങൾക്ക് നല്ല ഉറപ്പാ. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അങ്ങനെ ഒരുത്തും വിചാരിച്ച വേറൊരാളെ കൊണ്ട് ഇഷ്ടമല്ലാത്തത് ഇഷ്ടപ്പെടുത്താൻ പറ്റുമോ? പിന്നെ മഞ്ജുവിന്റെ കാര്യം, അവള് വീഴാൻ നിന്നതാ. അപ്പൊ അവൻ വന്നൊരു ഉന്തു കൊടുത്ത് അങ്ങ് വീഴുകയും ചെയ്തു. അത്ര തന്നെ. ഇനിയിപ്പോ റോയുടെ കേസ്, അതിൽ കക്ഷി ഞാനല്ലേ. അവൻ ഉന്താൻ എന്റെ അടുത്തേക്കല്ലേ വരണ്ടേ? വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നീയും ഡെവിളും തമ്മിൽ മുമ്പ് ഇത്രയും പരിചയമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവന്റെ കാര്യം നിനക്ക് പെട്ടെന്ന് ഓക്കെ ആക്കാം. അങ്ങനെ അങ്ങ് ഓക്കെ ആക്കി എടുക്കാൻ പറ്റില്ല വെങ്കി. ഇവൻ ആ കുട്ടിയെ ഇഷ്ടമാണ്, സമ്മതിച്ചു. പക്ഷെ ആ ഇഷ്ടം ആ കുട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വേണ്ടത്? അവളെ അറിയിക്കണം. അതിനെന്താ വേണ്ടത്? ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആ കൊച്ചിന് മുന്നിച്ചില്ല, ഉള്ള കാര്യം മുഖത്ത് നോക്കി തുറന്നങ്ങോട്ട് പറയുക. അതാണ് അപ്പച്ചൻ ചേട്ടാ, അതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ അങ്ങ് പറയുക. അതിന് നീ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കഷ്ടം. ബാ, അവിടെയാണ് നിനക്ക് തെറ്റിയത്.
ആദ്യം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് അത് നേരിട്ട് ചെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതിനൊരു തേർഡ് പാർട്ടിയെ വെക്കാന്നൊക്കെ പറഞ്ഞാൽ കൊള്ളാവുന്ന പെമ്പിള്ളേരാണെങ്കിൽ അപ്പോഴേ അവൻ്റെ ചീട്ടങ്ങ് കീറും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് നീ നിന്റെ ഇഷ്ടം അവളോട് നേരിട്ട് പറയണം. നാളെ തന്നെ. നാളെ പറയാൻ പറ്റിയ ദിവസമാണ് വാലന്റൈൻസ് ഡേ. പറയുമ്പോൾ അവൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുമായിരിക്കും, നെഗറ്റീവായിട്ട് തന്നെ. അതൊന്നും നീ കാര്യമാക്കണ്ട. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. Dear students, please listen. വാലന്റൈൻസ് ഡേ ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനൊരു ചെറിയ റിയാലിറ്റി ഷോ നടത്താൻ പോവാം. അങ്ങനെ പോവല്ലേ റോയ്ച്ച? താനും കൂടി പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയത് അനൗൺസ് ചെയ്തു. ഒന്ന് നിൽക്കുന്നേ, ഒരു 5 മിനിറ്റ്. ഈ കക്ഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ അല്ലേ? ഇനി പരിചയം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. റോയി മാത്യു. നമ്മൾ അടുത്തറിയാവുന്നവർ സൽപേര് റോയ്ച്ചൻ എന്ന് വിളിക്കുന്ന ഈ കക്ഷിക്ക് വിളിപ്പേര് അന്വർത്ഥമാക്കും വിധം വലിയില്ല, കുടിയില്ല, മോശപ്പെട്ട സ്വഭാവം എന്ന് പറയാൻ ഒന്നുമില്ല. ക്ലീൻ ഇമേജ്, ക്ലീൻ സ്റ്റുഡന്റ്. അങ്ങനെ ആകെ മൊത്തം പച്ചവെള്ളത്തിന്റെ ലൈനിൽ നമ്മൾ കണ്ടിരുന്ന ഈ കക്ഷിക്ക് ഇപ്പൊ ശകല ഒരു ഏനക്കേട്. എന്നാത്തിന്റെ ആന്നാ? പ്രേമത്തിന്റെ. അതും ആരോടാന്നാ? എന്നോട് തന്നെ. പോകല്ല ഇഷ്ടം. എനിക്ക് വേണ്ടി കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യുന്നേ. അല്ല, ഈ കക്ഷിക്ക് എന്നോട് പ്രേമം തോന്നിയത് വലിയൊരു അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ചേട്ടൻ ഈ ഏനക്കേട് തുടങ്ങിയിട്ട് 1-2 ദിവസവും മാസങ്ങളോ ഒന്നും അല്ല ആയത്, വർഷം 2 ആയത്ര. എന്നിട്ട് ഇപ്പോഴാണ് എന്നോടൊന്ന് തട്ടി മൂളിക്കാൻ പറ്റിയത്. അത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണോ? അത് മാത്രമല്ല, എന്റെ പപ്പ എന്നോട് പറഞ്ഞിരിക്കുന്നത്, നീ പ്രേമിക്കുന്നെങ്കിൽ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, പക്ഷെ നല്ല നട്ടലുള്ള ഒരുത്തിനെ പ്രേമിക്കണമെന്നാ. അപ്പൊ പിന്നെ ഈ ജാതി സാധനത്തിനൊക്കെ ഞാൻ പ്രേമിച്ചു എന്ന് എന്റെ പപ്പ അറിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. റബ്ബർ വെട്ടുന്ന കത്തി എടുത്തോണ്ട് വരും എന്റെ നേർക്ക്. അതുകൊണ്ട് റോയിച്ച, എനിക്ക് തന്നോട് വേറെ യാതൊരു ഇഷ്ടക്കേടും ഇല്ല. ആദ്യം ഒരു ഉശിര്, എന്താ പറയാ, ഒരു തന്റെ ഇടം അതുണ്ടാക്കിയെടുക്ക്. എന്നിട്ടാവാം നമുക്ക് ഈ ലൈനടിയും ഒലിപ്പീരും പുറകെ നടക്കലൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നുമില്ലെങ്കിൽ വിചാരിക്കെങ്കിലും ചെയ്യാലോ പുറകെ നടക്കുന്നവൻ ആണാണെന്ന്. പിന്നെ ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എന്റെ പുറകെ നടന്ന ആണത്തം കാണിച്ച് എന്നെ വീഴ്ത്താന്ന് വല്ല പ്ലാനും ഉണ്ടെങ്കിൽ എന്റെ പൊന്നു മോനെ വേണ്ട. എനിക്കിനി തന്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല. ഒന്ന് മാറിക്കേ. ചേട്ടന് ചെറിയൊരു ഗ്യാപ്പ് തന്നെ മക്കളെ. കൊള്ളാം, നല്ല അസല് പെർഫോമൻസ്. അല്ല, ഇവളിപ്പോ ഇവിടെ കാണിച്ച പെർഫോമൻസിന്റെ കുറച്ചെങ്കിലും അന്ന് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് മദ്രാസിൽ പോയപ്പോ കാണിച്ചിരുന്നെങ്കിൽ കൂവലല്ലാതെ എന്തേലും ഒരു സമ്മാനവും വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറ്റുമായിരുന്നു ഇവൾക്ക്. ഏതായാലും തന്റെ ഇവിടുത്തെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഇവന്റെ മമ്മിക്ക് എന്തായാലും ഇവളെ ഇഷ്ടപ്പെടും. വേറൊന്നും കൊണ്ടല്ല, ഇവന്റെ മമ്മി ഇവനോട് പറഞ്ഞിട്ടുണ്ട്, പ്രേമിക്കണമെങ്കിലൊക്കെ പ്രേമിച്ചോ, പക്ഷെ പ്രേമിക്കുമ്പോ ലേശം തന്റെയോടും സാമർഥ്യം ഉള്ളതിനായിരിക്കണമെന്ന്. അതെന്തായാലും തനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അധികം വലിച്ചു നീട്ടാതെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. എന്റെ റോള് മനസ്സിലായി. ഡോക്ടർ ലവ്, റൊമാൻസ് കൺസൾട്ടന്റ്. തന്റെ പേഷ്യന്റ് ആണ് ഈ നിൽക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്. ഇതൊക്കെയല്ലേ താൻ പറയാൻ വരുന്നത്? ഉള്ള കാര്യം പറയാലോ, തന്റെ ഈ തൊഴിലുണ്ടല്ലോ, ഡോക്ടർ പണി, അതെനിക്ക് ഇഷി അങ്ങ് പിടിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെയാ. ഒരു ക്യാമ്പസ് ആവുമ്പോ ബോറിൻ പഠിത്തമല്ലാതെ ഇതുപോലുള്ള അല്ലറ ചില്ലറ രസീകരണങ്ങളൊക്കെ വേണം. പക്ഷെ അത് താൻ എന്റെ അടുത്ത് തന്നെ പ്രയോഗിച്ചാലുണ്ടല്ലോ, നടക്കില്ല മോനെ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേ, ഈ റിസ്ക് എടുത്ത് സക്സസ് ആവുന്നതാ അതിന്റെ ഒരു ഹരം.
അതിനു മുമ്പ് പേഴ്സണലായിട്ടൊന്ന് ചോദിച്ചോട്ടെ, താൻ ഈ പ്രേമിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് തനിക്ക് വേറെ തകരാറുകളൊന്നുമില്ലല്ലോ? അയ്യോ, ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഈ മുൻ പ്രേമ നൈരാശ്യമോ ഈ ലേശം ഫെമിനിസ്റ്റ് ചിന്താഗതിയോ അങ്ങനെ വല്ലതും ഉണ്ടോന്നാ. അല്ല, അങ്ങനെ വല്ലതും അങ്ങനെ പറയത്തക്ക തകരാറൊന്നും എനിക്കില്ല. പിന്നെ തകരാറുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് താനും. വേറൊന്നുമല്ല, എനിക്ക് ഓൾറെഡി വേറെ ഒരാളെ ഇഷ്ടം. അത് ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ, വൺ വേയാ. ഞാൻ ഇതുവരെ ആളോട് അത് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇങ്ങനൊരു സാഹചര്യം ഒത്തു വന്ന സ്ഥിതിക്ക് അതുകൂടെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. തന്നെ ഇന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടപ്പോ തൊട്ടേ എനിക്കിഷ്ടം. എന്ന് വെച്ച് താൻ ടെൻഷൻ ആവണ്ട. എനിക്കറിയാം, എനിക്ക് തന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി താൻ എന്നെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് നീങ്ങാം. ഞാൻ തനിക്ക് കുറച്ച് സമയം തരാം. അതിനുള്ളിൽ താൻ തന്റേതായ രീതിയിൽ തനിക്ക് അറിയാവുന്ന പണി മുഴുവൻ പണിതോ എന്നെ ഇവനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ എനിക്ക് സമ്മതോ. പക്ഷെ ഞാൻ തരുന്ന സമയത്തിനുള്ളിൽ താൻ സക്സസ് ആയില്ലെന്ന് വെക്കേ, പിന്നെ താൻ എന്റെ ഇഷ്ടത്തിന് നോ പറയരുത്. തെളിച്ചു പറഞ്ഞ പിന്നെ ഞാനും താനും ഒന്ന്. സമ്മതിച്ചോ? സമ്മതമാണ്. എനിക്ക് സമ്മതമാണ്. തനിക്ക് വേണ്ട സമയം ഇപ്പോ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തനിക്ക് തന്നെ തീരുമാനിക്കാം. അയ്യോ ഡെവളെ, അത്ര വലിയ ഔദാര്യമൊന്നും കാട്ടല്ലേ. ഈ പെണ്ണുങ്ങളുടെ കാര്യത്തില് ഞങ്ങൾ ആണുങ്ങളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, ഇളക്കം കൂടിയതിനെ വളയ്ക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്റെ കാര്യത്തിൽ എനിക്ക് അധികം സമയം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും നീ ഇത്രയും നേരം വലിയ വായിൽ ഡയലോഗ് അടിച്ച സ്ഥിതിക്ക് സമയവും നീ തന്നെ അങ്ങ് തീരുമാനിച്ചു. ഇതാണ് ആണത്വം. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചോ. സമയവും ഞാൻ തന്നെ തീരുമാനിക്കാൻ പോവാ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇന്ന് തൊട്ട് ഈ വർഷത്തെ ഇയർ എൻഡിംഗ് ഫംഗ്ഷൻ എന്നാണോ അന്ന് വരെ ഞാൻ ഇയാൾക്ക് സമയം കൊടുത്തിരിക്കുന്നു. അന്നോ അതിനുള്ളിലോ താൻ എന്നെ കൊണ്ട് റോയെ ഇഷ്ടമാണെന്ന് പറയിച്ചിരിക്കണം. ഞാനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കും. ചാലഞ്ച്. ചാലഞ്ച്. ഒരു ചെറിയ കാര്യം, ഒറ്റ മിനിറ്റ് പ്ലീസ്. ഇതിപ്പോ നീ ഇവിടെ കിടന്ന് ഇളകിയതിനുള്ള ഒരു ചെറിയ ശിക്ഷ. തീർന്നിട്ടില്ല. എന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പോണേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു ചെറിയ റെസ്റ്റ്. ഓക്കെ?